ദൈവത്തിന് സ്തോത്രം. നമുക്ക് ബൈബിൾ സർവേ പഠിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ സുഖസുപിതാവായ ദൈവമേ, പിന്നെ ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. കർത്താവേ, വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം, ഹൃദയദൃഷ്ടികളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ. പുറപ്പാട് പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠന സൗകര്യത്തിനായിട്ട് 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പുറപ്പാട്, 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ ന്യായപ്രമാണം, 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ സമാഗമന കൂടാരം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ പുറപ്പാട് പുസ്തകത്തിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പുറപ്പാടെന്ന് പറയുന്ന വിഷയം ഏകദേശം പഠിച്ച് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. പുറപ്പെടുവിച്ചു, ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച്, ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ കടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ദൈവത്തിൻ്റെ ശക്തിയുള്ള കൈയും ദൈവത്തിൻ്റെ കൃപയാൽ കുഞ്ഞാടിൻ്റെ രക്തവും അവരെ വിടുവിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതായിട്ടാണ്. ശക്തിയുള്ള കൈ അവരെ ഉദ്ധരിച്ചു, അവരെ വിടുവിച്ചു, അവരെ വീണ്ടെടുത്തു. 6-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. ഉദ്ധരിച്ചു, വീണ്ടെടുത്തു, വിടുവിച്ചു. ഈ 3 കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുത്തു. ഫറവോൻ്റെയും അതുപോലെ തന്നെ മിസ്രയീമിൻ്റെയും കംപ്ലീറ്റ് ആധിപത്യത്തിൽ നിന്ന് അവർ സ്വതന്ത്രരായി. ഒരു ചെങ്കടൽ കടന്നു. ഒരു പുറകെയൊക്കെ വന്നെങ്കിലും നമ്മൾ പാട്ട് പാടുന്ന പോലെ സാത്താനെയും സൈന്യത്തെയും എല്ലാം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. അവർക്ക് ആർക്കും അവനെ റെഡീംഡ് ആയിട്ടുള്ള ആളുകൾ ഒരു പാട്ടൊക്കെ പാടി അവർ സന്തോഷമായിട്ട് സഞ്ചരിച്ച് സീൻ മരുഭൂമിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണുന്നത്. നമുക്കിന്ന് 19-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെ നീണ്ടു കിടക്കുന്ന ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട്, അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ സാധാരണ ബൈബിൾ സർവേ പഠിപ്പിക്കുമ്പം ഒരുപാട് അധ്യായങ്ങൾ വായിച്ച് കേൾപ്പിക്കാറില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു അധ്യായം വായിക്കണമെന്നൊരു പ്രേരണ. കാരണം അത് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളെല്ലാം വായിച്ചിട്ടാണോ വന്നതെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ അധ്യായങ്ങളൊക്കെ വായിച്ച് തയ്യാറായിട്ട് വരികയാണെങ്കിലാണ്. കാരണം സർവേ ആയതുകൊണ്ട് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അധ്യായങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നായിട്ട് ശരിയായിട്ട് നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് 19 മുതൽ 24 വരെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അധ്യായങ്ങളേ ഉള്ളൂ, അല്ലേ? ഒരു പെട്ടെന്ന് ഒറ്റ ഇരിപ്പിൽ വായിക്കാൻ. വാസ്തവത്തിൽ എല്ലാം കൂടെ ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ പ്രസംഗത്തേക്കാൾ ഈ വചനം വായിച്ച് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൊരു കാര്യം പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് നമ്മൾ തലക്കെട്ട് കൊടുത്തെങ്കിലും എന്താണ് ന്യായപ്രമാണം, എങ്ങനെയാണ് ന്യായപ്രമാണം അവർക്ക് കിട്ടിയത്, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ ഈ അധ്യായങ്ങൾ നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ. അപ്പോൾ എത്ര മാസമായി യാത്ര പോകുന്നുണ്ട്? 3 മാസം. 3 മാസം കൊണ്ടാണ് അവർ ചെങ്കടൽ കടന്ന് ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്ന സീനായി മരുഭൂമിയിൽ എത്തുന്നത്. ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിൽ എത്തി. സോ എക്സാക്ട്ലി 3 months. അതേ ദിവസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. പുറപ്പെട്ട അതേ ദിവസം കറക്റ്റ് 3 മാസം ആയപ്പോൾ അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. അപ്പോൾ ഒരു പാളയമിറങ്ങിയ സ്ഥലത്ത് അതിന് ഓപ്പോസിറ്റായിട്ടൊരു ഹില്ലുണ്ട്, ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിനെതിരെ അവർ പാളയമിറങ്ങി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. മീൻസ് ഹില്ലിൻ്റെ മുകളിലേക്ക് മോശ ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്. അപ്പം ഫ്രം മൗണ്ടൻ്റെ മുകളിൽ നിന്ന് ദൈവം വിളിച്ചു. എന്നിട്ട് അവനോട് സംസാരിച്ചു, അവനോട് കൽപ്പിച്ചു, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. എങ്ങനെയാണ് വിടുവിച്ചത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. പുറപ്പെടുവിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഇസ്രായേൽ മക്കൾ കണ്ടു. നിങ്ങൾ കണ്ടോയെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടായിരുന്നോ? എന്ത് കണ്ടു? ദൈവം എങ്ങനെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ദൈവം അവിടെയുള്ള എല്ലാ ദേവന്മാരുടെ മേലും ന്യായവിധി പ്രഖ്യാപിക്കുകയും ദൈവത്തിൻ്റെ കൈയുടെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടാണ് അവരിന്ന്. അതുപോലെ രക്തം കണ്ടു, പാസ് ഓവർ സംഹാരദൂതൻ വരുന്നത് കണ്ടു. ഇതൊന്നും ആരെ ബാധിച്ചില്ല. ഇസ്രായേൽ മക്കളെ
ബാധിച്ചില്ല. അപ്പോൾ ദൈവം വരുത്തിയ വലിയ വിടുതൽ ഏത് തരത്തിലാണ് ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. അതായത് നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത്. എങ്ങനെയാണ് ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വിടുവിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ കണ്ടുവല്ലോ. ഈ ബൈബിൾ പഠിക്കുമ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ആകയാൽ. ദെയർഫോർ, വെയർഫോർ. ആകയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളാൽ. ഇപ്പോൾ നമ്മൾ റോമാലേഖനം എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് മലയാളികൾ ചോദിച്ചാൽ അവർ പറയും സഹോദരന്മാരെ എന്നാണെന്ന് പറയും. ഇംഗ്ലീഷ് വായിക്കുന്ന ആരെങ്കിലും ഷപ്ന സേസ് ദെയർഫോർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ദെയർഫോർ എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. റോമാലേഖനം ഇതുപോലെ പല അധ്യായങ്ങളുണ്ട്. അവിടെയൊക്കെ ആകയാൽ എന്ന് പറയുമ്പം ഇതിന് മുമ്പിൽ നടന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വരുത്തിയ വിടുതൽ കണ്ടുവല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെയൊക്കെ ചെയ്യാൻ മറ്റേ ആളുകളും ശ്രമിച്ചു നോക്കിയല്ലോ, എന്നിട്ട് അവർക്ക് സാധിച്ചില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ബോധ്യപ്പെടണം? ദാറ്റ് ദർ ഈസ് ഓൺലി വൺ ഗോഡ് ആൻഡ് ദിസ് വൺ ഗോഡ് ഈസ് ദി ഓൾമൈറ്റി ഗോഡ് ആൻഡ് ദിസ് വൺ ഗോഡ് ഈസ് ദ ഗോഡ് ഹു റിഡീംഡ് യു. അല്ലേ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം സർവ്വശക്തനാണ്. ആ ദൈവമാണ് നിങ്ങളെ വിടുവിച്ചത്. ആ ദൈവമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അവനാണ് അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലുമൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നത്. അവനാണ് ചെങ്കടൽ പിളർന്നത് എന്നെല്ലാം ഇതിനകത്ത് ഇംപ്ലൈഡാണ്, കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടെന്ന്. നീ ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചോണം. ഓൾ തിങ്സ് ദാറ്റ് ഗോഡ് ഡിഡ്. ദൈവം അവരെ വിടുവിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഇങ്ങനെയെല്ലാം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് ഉദ്ധരിച്ച് വീണ്ടെടുത്ത് വിടുവിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആകയാൽ 5-ാം വാക്യം, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വാക്യം വായിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ സ്ട്രെസ് ചെയ്തത്. പക്ഷേ സമ്പത്തായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിക്കുകയും എൻ്റെ നിയമം എൻ്റെ നിയമം എന്തിയേ, വെർ ഈസ് യുവർ ലോ എന്നിവർ ചോദിച്ചു കാണും ന്യായമായിട്ട്. ദൈവം പറയാണ്, എൻ്റെ നിയമം അനുസരിച്ച് നടന്നാൽ ഇനി ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, കൊണ്ടെത്തിക്കാം. ബട്ട് വെർ ഈസ് യുവർ ലോ എന്ന് ചോദിച്ചാൽ ദൈവം പറയാണ്, യെസ് ഐ എം ഗോയിങ് ടു ഗിവ് യു ദ ലോ. അങ്ങനെയാണ് ഇതിലേക്ക്, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. എൻ്റെ നിയമം അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് പ്രത്യേക. 6-ാം വാക്യം, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. ആകും. അപ്പോൾ എങ്ങനെ ആകുന്നത്? ബൈ ഒബേയിങ് ദി ലോ ആൻഡ് വചനവും നിയമവും. ദൈവം വെളിപ്പെടുത്തുന്ന വചനങ്ങളും ഉണ്ട്, ഇല്ല? അങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ വാക്കും കേൾക്കണം, എൻ്റെ നിയമവും പ്രമാണിക്കണം. അപ്പോൾ അതിനകത്തൊരു സൂചന കിടക്കുന്നത് ഇതൊരു റിജിഡ് ലോ അല്ല, ഇതൊരു കരിങ്കല്ല് പോലെ. ഈ അക്ഷരത്തിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി അല്ല, ഇലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടാവുന്നതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനകത്ത് നിന്ന് ഇനി ദൈവം സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനത്തിൽ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആലോചന അനുസരിക്കുന്ന. ഇപ്പോൾ ഒരു സാധനം എഴുതി ഇങ്ങോട്ട് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ത്രൂ ദിസ് റിട്ടൺ വേർഡ് ഗോഡ് ഈസ് ഗോയിങ് ടു സ്പീക്ക് ടു യു. ഈ റിട്ടൺ ലോ തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു നിയമവും ഒരു ജീവിതചര്യയും ചില പ്രമാണങ്ങളും ഒക്കെ ഒന്ന് ചിട്ടപ്പെട്ട് വരേണ്ടതിന്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കൈവിട്ടിങ്ങനെ നടക്കുന്ന, സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു കണ്ടീഷനാണ്. അതിലൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകേണ്ടതിന് ഐ എം ഗിവിങ് സം ലോസ് ആൻഡ് ഐ വിൽ ഓൾസോ സ്പീക്ക് ടു യു. അതുകൊണ്ടാണ് എൻ്റെ വാക്കും കേൾക്കണം, എൻ്റെ നിയമവും പ്രമാണിക്കണം. ഈ ന്യായപ്രമാണം എന്ന് കേൾക്കുന്ന ഉടനെ നമ്മുടെ ഹൃദയത്തിലേക്കൊരു റിജിഡിറ്റിയാണ് പലപ്പോഴും വരുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു, അല്ലേ? ഒരു റിജിഡിറ്റി. ദൈവം ഇങ്ങനെ 10 കൽപ്പനകൾ ഒരു മൂർത്തിയായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചേക്കുകയാണ്. പിന്നെ അല്ലാതെ പുതിയ നിയമത്തിൽ വന്നപ്പം യേശു കർത്താവ് തന്നെ പറഞ്ഞല്ലോ, വാസ്തവത്തിൽ 2 കൽപ്പനയുള്ളെന്ന് പറഞ്ഞല്ലോ. ഈ 10 നിങ്ങൾക്ക് ഓർത്തിരിക്കാം, കുഞ്ഞുങ്ങളെ വിഷമമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, അത് 2 ചുരുക്കി തരാം. ആരും പുതിയ നിയമം വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്താണ് 2? അല്ലെങ്കിൽ 10 കൽപ്പനകൾ തന്നെ നോക്കിയാൽ ആദ്യത്തെ 4 ദൈവത്തെക്കുറിച്ചും ബാക്കി 6 മനുഷ്യരെക്കുറിച്ചോ. അപ്പോൾ ഞാനങ്ങനെ സിമ്പിളാക്കി തരാം. അപ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു വാക്ക്, ദൈവത്തിൻ്റെ ഒരു വചനം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയമം, എൻ്റെ കവനൻറ്റ്, ഞാൻ നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ്, അതനുസരിക്കണം. അതിനകത്ത് നിന്ന് ഐ വിൽ ബി സ്പീക്കിംഗ് ടു യു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ന്യായപ്രമാണം കീറിക്കളയാത്തത്. പലരും പറയുന്നത് ന്യായപ്രമാണം അപ്രസക്തമാണ്, അത് കഴിഞ്ഞുപോയി, പഴയ നിയമം തന്നെ വേണ്ട,
ദെൻ ഹൗ വിൽ ഗോഡ് സ്പീക്ക്? അപ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ ദൈവം ഇതെങ്ങനെ എഴുതി വെച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പോലെ ലോഗോസ് റീമയാകണമെങ്കിൽ ആദ്യം ലോഗോസ് വേണം. എഴുതപ്പെട്ട വചനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവത്തിന് നിങ്ങൾക്ക് പിന്നെ തരാൻ പറ്റുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ഉൾക്കാഴ്ചകളും ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ കേൾപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വി നീഡ് സംതിങ് ബേസിക്. നമുക്ക് നിൽക്കാനൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ സ്ട്രക്ചർ ഈസ് ദ ലോ. ഈ അടിസ്ഥാനമായിട്ട് നമ്മൾ നിൽക്കേണ്ടതായിട്ടുള്ള ചുവടുകളാണ് നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ബട്ട് ഗോഡ് വിൽ ബി സ്പീക്കിംഗ്. ദൈവം അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് അതിനിടയിൽ കൂടിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരാത്മാവിൻ്റെ പ്രമാണം, അക്ഷരത്തിൻ്റെ പ്രമാണമല്ല, ആത്മാവിൻ്റെ പ്രമാണം. പക്ഷേ അക്ഷരത്തിൻ്റെ പ്രമാണം വന്നെങ്കിലേ അതിൽ കൂടി എന്ത് തരാൻ പറ്റുള്ളൂ? ആത്മാവിൻ്റെ പ്രമാണം തരാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മളിനി വായിച്ച് പഠിച്ചു വരുമ്പോൾ, ഇപ്പോൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, ആവർത്തന പുസ്തകത്തിലെത്തും. ആവർത്തന പുസ്തകത്തിലെത്തുമ്പോൾ അവിടെ എന്താണ് ആവർത്തിക്കുന്നത്? നിങ്ങൾ ചില ബൈബിളുകൾ നോക്കിയാൽ, കാതലിക്സിൻ്റെയൊക്കെ ബൈബിളിൽ അതിന് ആവർത്തനമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിയമാവർത്തനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് ബീയിങ് റിപ്പീറ്റഡ്? എന്താ ആവർത്തിക്കുന്നത്? ഈ നിയമം തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ആവർത്തിക്കുമ്പോൾ എന്താ വ്യത്യാസം? അവിടെ തന്നെ ആത്മാവിൻ്റെ പ്രമാണം വരുന്നുണ്ട്. നമ്മളവിടെ വരുമ്പോൾ അത് കാണും. കാരണം ഇവിടെ പരിച്ഛേദന എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പരിച്ഛേദനയല്ല. ശരീരത്തിൻ്റെ പരിച്ഛേദന ആയിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ആത്മാവിൽ ഹൃദയ പരിച്ഛേദനയാണ്. ഇത് ഞാൻ പുതിയ നിയമത്തിൽ നല്ല ഇപ്പോൾ പറഞ്ഞത്. ആവർത്തന പുസ്തകം 10-ാം അധ്യായം നിങ്ങളെടുത്ത് വായിച്ചാൽ മതി, അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോശ വഴി നിയമം ആവർത്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർ തന്നെയും കിട്ടിയ നിയമം എന്താണെന്ന് ധരിച്ചു? കരിങ്കല്ല് പോലുള്ളൊരു സാധനമാണെന്ന് വിചാരിച്ചു. അക്ഷരത്തിൻ്റെ ഒരു മൂർത്തിഭാവമാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിത് പൂട്ടി വെച്ച് പൂജിക്കാനൊക്കെ തുടങ്ങിയത്. നോ, അത് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് ഗോഡ് വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ടു യു, ഗോഡ് വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു യു. ഇല്ലേ? ദൈവം ഈ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കും. അതുകൊണ്ടാണ് ആ 2 പദങ്ങളും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, എൻ്റെ നിയമത്തിൽ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കാനും ജീവിക്കാനുമുള്ള ഒരു ചട്ടക്കൂടാണ്, ഒരു പ്രമാണമാണ് എന്ത്? ന്യായപ്രമാണം. അത് ദൈവം കൊടുക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 7-ാം വാക്യം, മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു, യഹോവ തന്നോട് കൽപ്പിച്ച വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞ വചനങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. നല്ല ജനം അല്ലേ? നിങ്ങളാരും എൻ്റെ രസം മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. ജനം ഒരു 4-5 പ്രാവശ്യമെങ്കിലും പറഞ്ഞു. ദൈവം പറഞ്ഞതൊക്കെ ഞങ്ങൾ അനുസരിക്കും. പക്ഷേ ഈ കല്ലൊക്കെ മേടിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം, മോശ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പം തന്നെ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? 1-ാമത്തെ കൽപ്പന പൊട്ടിച്ചിരിക്കുക. മോശ കൽപ്പന പലക എറിഞ്ഞു കുടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ജനം കൽപ്പനകൾ ലംഘിച്ച് കഴിഞ്ഞിരുന്നു. എന്താണ് 1-ാമത്തെ കൽപ്പന? ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഒന്നിൻ്റെയും പ്രതിമ, ഇതെവിടെ പ്രതിമയുണ്ടാക്കി ആരാധിക്കുകയാണ് അല്ലേ? പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ കൂടും നിങ്ങൾ. സോ ദോ ദ പീപ്പിൾ സെഡ് ദാറ്റ് വി വിൽ ഒബേ എവറിതിങ് ദ ലോർഡ് സേയ്സ്, ദേ സ്റ്റാർട്ടഡ് ബ്രേക്കിംഗ് ഇറ്റ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരിത് ലംഘിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് തന്നെ അത് അറിയാൻ പാടില്ല. വിതിൻ നോ ടൈം ദേ ആർ ഗോയിങ് ടു ബ്രേക്ക് ഇറ്റ്. ഇത് നമ്മുടെ ഒരു കുഴപ്പമാണ്. പലപ്പോഴും ദൈവം നമ്മളോട് പറയുമ്പോൾ ഒക്കെ നമ്മൾ പറയും, ഏറ്റു, ഞങ്ങളതെല്ലാം അങ്ങനെ തന്നെ. പിന്നെ രാവിലെ നമ്മളൊരു വലിയ തീരുമാനമൊക്കെ എടുത്തു കാണും, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രചോദിതരായി അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും. പക്ഷെ പെതുക്കെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്രാർത്ഥനയില്ല, വചന വായനയില്ല, പഴയ ചങ്കരം പിന്നെയും തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഈ വാല് പിന്നെയും വളഞ്ഞു പോകുമെന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ നാച്ചുറലായിട്ട് പഴയ രീതിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ടെൻഡൻസി മനുഷ്യർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊക്കെ കുറച്ചുകൂടെ ഒരു ഇൻസിസ്റ്റൻസ്, കുറേ കൂടെ ഒരു നിർബന്ധ ബുദ്ധി വേണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എനിവേ ജനം നന്നായിട്ട് പ്രതികരിച്ച് അവർ പറഞ്ഞു, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. അപ്പോൾ ഈ പൗരോഹിത്യ ശുശ്രൂഷ വെളിപ്പെട്ട് വരികയാണെന്ന് വേണമെങ്കിൽ പറയാം. ജനം മോശയോട്, മോശ ദൈവത്തോടെ, ദൈവം മോശയോട്, മോശ ജനത്തോടെ. ഇതാണ് പൗരോഹിത്യം. ഇടയ്ക്ക് ഒരാൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതി തുടങ്ങുന്നു. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘതമസിൽ നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു. ജനത്തിൻ്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, ഇത് ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്ന് നാളെയും അവരെ ശുദ്ധീകരിക്കുക, അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നീ അവർക്കായി ചുറ്റും അതിർ തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ
അനുഭവിക്കണം. അപ്പോൾ അവർ ചില കണ്ടീഷൻസൊക്കെ പറയുകയാണ്. അവരെ തന്നെ വിശുദ്ധീകരിക്കണം. ബിക്കോസ് ഗോഡ് ഈസ് ഹോളി. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവനും തന്നെ വിശുദ്ധീകരിക്കണം. പിന്നെ തൊടുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇമ്പാർട്ടേഷനുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത്. ഈ കൈവെക്കുന്നതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് തൊടരുത്. ഇനി അത് ആവർത്തിക്കുന്നുണ്ട്. ആരും തൊടരുത്, തൊട്ടാൽ ശിക്ഷ അനുഭവിക്കണം. കാരണം നിങ്ങൾ ആ വിശുദ്ധിയിലേക്ക് വന്നിട്ടില്ല, ഈ നിയമത്തിലേക്ക് വന്നിട്ടില്ല, എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല, ആവേശത്തിൽ കയറി ഒന്നും എൻ്റെ കൂടെ ഉണ്ടോ? രക്ഷിക്കപ്പെട്ട ആവേശത്തിൽ കയറി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അപകടത്തിൽ ആകരുതെന്ന്. വെയിറ്റ്, യു നീഡ് ടു ലേൺ. നിങ്ങളിങ്ങനെ വിടുവിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനി പ്രമാണമൊക്കെ കിട്ടി കുറേ ഒന്ന് പാകപ്പെടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അതിന് മുമ്പേ കയറി തൊടുകയും പിടിക്കുകയും അപകടത്തിൽ ചാടുകയൊന്നും ചെയ്യരുത് എന്ന് ദൈവം പ്രത്യേകം അവർക്ക് നിബന്ധന കൊടുക്കുന്നു. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ ഏതോ കൊന്നു കളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിൽ അടുത്ത് വരട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു. അപ്പോൾ മോശ കൃത്യമായിട്ട് ചെയ്തു, ജനത്തെ ശുദ്ധീകരിച്ചു. അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട് 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പീൻ, നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അപ്പോൾ ആദ്യം അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഇപ്പോൾ ഇതാ സെക്കൻഡ് എക്സഡസ്. ഇതൊരു പുതിയ പുറപ്പാടാണ്. ഇതെന്തിനു വേണ്ടിയാണ് പുറപ്പെടുവിച്ചത്? പിന്നെ ഇതിനെ ഇപ്പോൾ പുറപ്പെടുവിച്ചത് ദൈവത്തെ എതിരേൽക്കുവാൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിൻ്റെ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കാൻ പോവുക. വി നീഡ് ടു ഗോ ഔട്ട് ടു മീറ്റ് ഗോഡ്. ദൈവം വീണ്ടും നമ്മളെ സന്ധിക്കാൻ വരുന്നുണ്ട്. അപ്പം അവനെ കാണാനായിട്ട് നമുക്കും ഒരു ഒരുക്കവും പുറപ്പാടും ഒക്കെ വേണം. നമുക്കുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ച് വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. യഹോവ സീനായി പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക. യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരൊക്കെ എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. മോശ യഹോവയോട് ജനത്തിന് സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല, പർവ്വതത്തിന് അതിർ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട് ഇറങ്ങിപ്പോവുക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത്. അങ്ങനെ മോശ ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു. ഇനിയാണ് കൽപ്പനകളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒരു ഡ്രമാറ്റിക്കായിട്ട് കൺസൈസായിട്ട് അവിടെ വിവരിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ കുറേ കൂടെ സമയമെടുത്ത് നിങ്ങൾ അതിൽ വായിച്ച് ധ്യാനിച്ചാലാണ് എന്താണ് ദൈവം കൊടുത്തതെന്നും എങ്ങനെയാണ് കൊടുത്തതെന്നും എന്തിനായിരുന്നു എന്നുമൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഞാൻ ന്യായപ്രമാണത്തെക്കുറിച്ച് ഇനി എന്നെ നോക്കുക. ന്യായപ്രമാണത്തെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ നോക്കാൻ. ഇതുവരെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പുസ്തകത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു. നൗ ലിസൺ ഹിയർ. ഞാൻ ചില കാര്യങ്ങൾ ന്യായപ്രമാണത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ദൈവം കൊടുത്ത ന്യായപ്രമാണം ഒരു 3 കാര്യങ്ങളെങ്കിലും ഒന്നാമത് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ഗോഡ്സ് കമാൻഡ്മെൻറ്റ്സ് വെയർ ടു ഗവേൺ ദെയർ മോറൽ ലൈഫ്. ഒന്നാമതായിട്ട് ദൈവം ഈ കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ധാർമ്മിക ജീവിതവും ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിയായിരുന്നു. കാരണം ഇവരൊരു രാജ്യം വിട്ട് ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള അധാർമിക പ്രവൃത്തികളും അവരുടെ ഇടയിൽ കടന്നു വരുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾ പിള്ളേരെ എക്സ്കർഷന് കൊണ്ടുപോകുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പണ്ട് എക്സ്കർഷന് പോയിട്ടുള്ളതുപോലെ പല അധാർമിക പ്രവൃത്തികളും തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു? അപ്പോൾ ആരും എക്സ്കർഷന് പോയിട്ടില്ല. ഈ എക്സ്കർഷന് പോയപ്പോഴാണ്. അതുകൊണ്ട് ദിസ് ഈസ് ആൻ എക്സ്കർഷൻ, ഇതൊരു യാത്രയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ധാർമ്മിക ജീവിതം അപകടത്തിലാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഈ കാര്യമാണ് 19-20 അധ്യായത്തിൽ ദൈവം ഇങ്ങനെ അവരോട് സംസാരിക്കും. യു ബി വെരി കെയർഫുൾ അബൌട്ട് ക്ലെൻസിങ് യുവർ സെൽഫ്
എവിടം വരെ പോകാം, എവിടം വരെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ എക്സ്കേഷന് കൊണ്ടുവന്ന ആളുകൾ ടൈമൊക്കെ കൊടുക്കുന്നത്. എപ്പോൾ തിരിച്ചു വരണം, എവിടം വരെ പോകാം. എൻ്റെ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. എപ്പോൾ തിരിച്ചു വരണം, എന്തൊക്കെ തൊടാം, എന്തൊക്കെ കാണാം, എന്തൊക്കെ കാണാൻ പാടില്ല, എന്തൊക്കെ സാധനം കയ്യിലെടുത്തിരിക്കണം, എല്ലാം സാറ് പറയും. സാറ് പറയാത്തതും നമ്മൾ കയ്യിലെടുക്കും, ഇല്ലേ? സാറുമാരുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ നമ്മളും എടുക്കുകയും പോവുകയും, പിന്നെ പുറപ്പെടാൻ സമയമായാലും 2 പിള്ളേരെ കാണാനില്ല. പിന്നെ ആബ്സെൻ്റ് ആയവർ കൈവെക്കാൻ പറയുമ്പം പ്രസൻ്റ് ആയവരെ കൈവെക്കാനുണ്ടാവുകയുള്ളൂ. ഈ തരത്തിലുള്ള ഗതികേട് ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവരെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യുകയാണ്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എവിടം വരെ ആകാം, എന്ത് തൊടാം. അപ്പോൾ അവരുടെ മോറൽ ലൈഫ് ഒന്ന് ക്രമീകരിക്കാൻ അവരെ ട്രെയിൻ ചെയ്യുകയാണ് ദൈവം ഒന്നാമത് ചെയ്യുന്നത്. സോ വി നീഡ് ടു ട്രെയിൻ. അപ്പോൾ നമ്മൾ പണ്ട് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അറിയാവുന്നൊരു വാക്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിന്റെ ദൈവമായ യഹോവ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. നമ്മൾ മുമ്പോട്ട് വായിച്ചു വരുമ്പം ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങളിലാണ്. പക്ഷേ നമ്മൾ ഒറ്റ ശാസ്ത്രത്തിൽ പറയും, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും. അങ്ങനല്ല വാക്യം. വേണമെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ലേവ്യ 11-ന്റെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച്. അപ്പോൾ അതാണ് ദൈവം ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധിയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്ന് ക്രമീകരിക്കാനായിട്ട് നിങ്ങളൊരു ശ്രമം നടത്തണം എന്നവരോട് പറയുന്നു. ജനത്തിൻ്റെ പ്രതികരണം നോക്കുക. ഇപ്പോൾ വായിച്ചത് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച്. യു മേക്ക് എൻ എഫേർട്ട് ടു ക്ലെൻസ്, ടു സാങ്ക്ടിഫൈ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നിങ്ങളൊരു ശ്രമം നടത്തണം. അപ്പോൾ അതിനൊരു മാനദണ്ഡവും ഒരു നിയമാവലിയൊക്കെ വേണമല്ലോ. അതാണ് ഈ കൊടുക്കുന്നത്. ഈ തരത്തിൽ ഇവിടം വരെ വരാം, ഇങ്ങനെയാണെന്ന്. അപ്പോൾ ജനത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? നമ്മൾ 19-8 വായിച്ചല്ലോ. ജനത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ ചെയ്യും. ഈ പ്രമാണം കൊടുത്ത് തീരുന്നത് 24-ാം അധ്യായത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സമാഗമന കൂടാരത്തിലേക്ക് പോവുകയാണല്ലോ. 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാം. 24-ന്റെ 3. മോശ വന്ന് യഹോവ പറഞ്ഞ എല്ലാ കൽപ്പനകളും ന്യായങ്ങളും ഒക്കെ അവരെ അറിയിച്ചു. അവരെന്ത് പറഞ്ഞു? കണ്ടോ, ഇത് കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് പറയുന്നത്. ദൈവം കൽപ്പിച്ച വചനങ്ങളൊക്കെ സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ പറഞ്ഞു. 7-ാം വാക്യം, 24-ന്റെ 7-ാം വാക്യം. കണ്ടോ, അവർ 3 പ്രാവശ്യം പറഞ്ഞു ദൈവം എന്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കും, ഞങ്ങളൊന്നും അനുസരിക്കാതിരിക്കുകയല്ല, എല്ലാം അനുസരിച്ച് നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ദൈവം കൽപ്പിച്ചത്? ന്യായപ്രമാണമാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവം കൽപ്പിച്ചത്? ഞങ്ങൾ അനുസരിച്ച് നടക്കാം എന്ന് അവരുടെ ധാർമ്മിക ജീവിതത്തെ ക്രമപ്പെടുത്താൻ അവരനുസരിച്ച് നടക്കാമെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ 20-ാം അധ്യായത്തിൻ്റെ 17 വാക്യങ്ങൾ. 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ 10 കൽപ്പനകൾ അല്ലേ? കൽപ്പന എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കെല്ലാം 10 കൽപ്പനകൾ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കാമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ 17 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇതിനെ പരിഷ്കരിച്ച് അവർക്ക് അവതരിപ്പിച്ചത് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്താണ് അനുസരിച്ച് നടക്കാൻ ദൈവം കൊടുത്തതെന്നുള്ളത് ഗ്രഹിക്കാൻ പറ്റും. 17 വാക്യം വായിക്കുന്നതിനേക്കാൾ എളുപ്പം 2 വാക്യം വായിക്കുന്നതാണ്. അല്ലെങ്കിൽ 10 കൽപ്പന വായിക്കുന്നതിനേക്കാൾ എളുപ്പം 10 കൽപ്പന വായിക്കുന്നതിനേക്കാൾ എളുപ്പം 2 കൽപ്പന. നിങ്ങൾ എൻ്റെ ഒട്ടും സഹകരിക്കുന്നില്ലെന്ന് തോന്നുന്നു. 2 കൽപ്പന വായിക്കുന്നതാണ് എളുപ്പം. നമുക്ക് ആ 2 കൽപ്പന വായിക്കാം. 2 കൽപ്പനകൾ 22-ന്റെ 37 മുതൽ 39 വരെ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ എന്താണ് ദൈവം ഒന്നാമത് ഉദ്ദേശിച്ച കാര്യം എന്താണ്? ദ ഫസ്റ്റ്
ആൻഡ് ഫോർമോസ്റ്റ് കമാൻഡ്മെൻറ്റ്. ദൈവം ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നാമത്തെ കാര്യം എന്താണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ലൈൻ. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കൽപ്പനകൾ ഓർത്താൽ മതിയെന്ന്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, അതുപോലെ തന്നെ കൂട്ടുകാരനെ അല്ലെങ്കിൽ മനുഷ്യനെയും സ്നേഹിക്കുക. യുവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗോഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മാൻ. ദൈവത്തോടുള്ള ഉത്തരവാദിത്വം, മനുഷ്യരോടുള്ള ഉത്തരവാദിത്വം. ഒരു ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വേണമെങ്കിൽ ഞാനിങ്ങനെ ആംഗ്യം കാണിക്കാം. മുകളിലേക്ക് ദൈവത്തോട്, താഴെ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. മുകളിൽ ദൈവത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ദൈവത്തോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ താഴെയുള്ള മനുഷ്യരോടും നമുക്ക് ഉത്തരവാദിത്വം. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാനുഷ്യ കൈകളാൽ ആർക്കും ശുശ്രൂഷിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഒന്നാമനാകാൻ ഉദ്ദേശിക്കുന്നവനൊക്കെ എല്ലാവരുടെയും ദാസനാകണം, ശുശ്രൂഷക്കാരനാകണം എന്ന് പറഞ്ഞത്. വി നീഡ് ടു സെർവ് പീപ്പിൾ. സെർവിങ് ഗോഡ് ഈസ് സെർവിങ് പീപ്പിൾ. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സേവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ആദ്യം ദൈവം പഠിപ്പിച്ചത്. ഇനി 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ, ഞാൻ 19-20 അധ്യായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 21 to 23, 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ഇവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് അവരുടെ മോറൽ ലൈഫ്, അവരുടെ ധാർമ്മിക ജീവിതം എങ്ങനെയായിരിക്കണം. അവരുടെ ധാർമ്മിക ജീവിതത്തിലാണ് ദൈവത്തോട് ബന്ധം, മനുഷ്യനോട് ബന്ധം. മനസ്സിലായോ? യെസ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം ഹൃദയം കൊണ്ട് മുകളിലേക്കാണ്, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. അവിടെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവം പിന്നെ പറയുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ഞാൻ നോക്കുന്നത്, ഞാൻ ഹൃദയത്തെയും അന്തര ഇന്ദ്രിയങ്ങളെയും നോക്കുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ നോക്കിക്കോളാം എന്നാണ് ദൈവം പറഞ്ഞത്. നിൻ്റെ ഹൃദയത്തിൽ എന്നോട് ബന്ധമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്കിപ്പോൾ അത് പെൻഡിങ്ങിൽ വയ്ക്കാം. അത് പിന്നെ ദൈവം ഒത്തിരി എലാബറേറ്റ് ചെയ്തില്ല അവിടെ. പക്ഷേ 21 അധ്യായം മുതൽ 23 അധ്യായം വരെ ദൈവം ഒരു കാര്യം ഇലാബറേറ്റ് ചെയ്യുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, യു ആർ എ സോഷ്യൽ ആനിമൽ. നാം ഒരു സാമൂഹ്യ ജീവിയാണ്. നിങ്ങൾ മനുഷ്യരോട് പല പല കാര്യങ്ങളിൽ, പല പല സന്ദർഭങ്ങളിൽ, പല പല കാര്യങ്ങൾക്ക് ഇടപെടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവത്തോട് ബന്ധം വേണം, മനുഷ്യരോട് ബന്ധം വേണം. അപ്പോൾ മനുഷ്യരോട് എന്ത് ബന്ധം? ഒരു വൈദികൻ തന്നെ ഒരിക്കൽ യേശുവിനോട് വന്ന് ചോദിച്ചല്ലോ, ആരാണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പോൾ ആ കൂട്ടുകാരനാണെങ്കിൽ അവനോട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവനോട് പെരുമാറേണ്ടത്? നിങ്ങളോട് ചോദിച്ചാൽ പലരും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അയൽവക്കത്തുള്ളവന് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്? ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തെ ഈ സാമൂഹിക ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടത്? ദൈവത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, 21 to 23 ഈസ് അബൌട്ട് അറേഞ്ചിങ് യുവർ സോഷ്യൽ ലൈഫ്. നിങ്ങളുടെ സാമൂഹ്യ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 21 അധ്യായത്തിൽ വിഷയം യജമാനന്മാരും അടിമകളും എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം കഥ അറിയാം. ഒരു യജമാനൻ ഒരു അടിമയെ മോചിപ്പിച്ച് സ്വതന്ത്രനായിട്ട് വിടാൻ പോവുകയാണെങ്കിൽ, അപ്പോൾ ആ അടിമ ഞാൻ പോകുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ, അതിൽ 21 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കാത് തുളയ്ക്കുന്ന കാര്യവും അവൻ എന്നും ഒരു പ്രോബ്ലം ഈ ഭൂമിയിൽ ഉള്ളത്, സോഷ്യൽ ലൈഫിലുള്ളത്, ദർ ആർ മാസ്റ്റേഴ്സ് ആൻഡ് ദർ ആർ സെർവൻസ്. മാനേജർമാരുമുണ്ട്, തൊഴിലാളികളുമുണ്ട്, അല്ലെങ്കിൽ യജമാനന്മാരുണ്ട്, ദാസന്മാരുണ്ട്, ഉന്നതന്മാരും നീചന്മാരും, പണക്കാരും പാവപ്പെട്ടവരും, ഇങ്ങനെയൊക്കെയുള്ള പല വിദ്യാസമ്പന്നരും വിദ്യാവിഹീനരും. ദിസ് ഈസ് വൺ ഓഫ് ദ സോഷ്യൽ പ്രോബ്ലംസ് അല്ലേ? നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഉച്ചനീചത്വങ്ങൾ, വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടത്? ഇതിൽ കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കുകയല്ല, സർവേ ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പണി വേണ്ടേ? വായിക്കണം. അപ്പോൾ 21 അധ്യായത്തിൽ ദിസ് ഒന്നാമത് പറഞ്ഞേക്കുന്നത് മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ്, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം. അല്ലെങ്കിൽ തൊഴിൽ രംഗത്തും നമ്മുടെ പല പല ഇടപാടുകളുടെ ഇടയിലും നമ്മൾ വലിയവനും ചെറിയവനും ഒക്കെ കളിക്കുമ്പം എന്തൊക്കെ ഓർത്തിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 22 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടി റിലേഷൻസാണ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. അതായത് നമ്മൾ ഈ സാമൂഹ്യ ജീവിതത്തിൽ പിന്നെ ഇടപെടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വസ്തുവകകൾ സമ്പാദിക്കുക, വാങ്ങുക, വിൽക്കുക, വീട് വയ്ക്കുക, അല്ലേ? കാള, കഴുത, ബാങ്ക് ഡെപ്പോസിറ്റ്, കെട്ടിടങ്ങൾ, വസ്തുവകകൾ. എല്ലാവരും
ഒരുവന് വസ്തുവക ഉണ്ടായാലും അവൻ്റെ ജീവൻ്റെ ആധാരം യേശു പിന്നീട് പഠിപ്പിച്ചു വസ്തുവകകളല്ല, അവനിവിടെ എന്തെല്ലാം ഉണ്ടെന്നുള്ളതല്ല, അവന് ദൈവത്തിൽ സ്വർഗത്തിൽ എന്തുണ്ടെന്ന്. അപ്പോൾ ഇത് കിട്ടുമ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണം. എന്നാൽ ഈ വസ്തുവകകളെ സംബന്ധിച്ച് വിക്കൽ വാങ്ങൽ, പ്രോപ്പർട്ടി അക്യുമുലേഷൻ, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കന്നുകാലികളെക്കുറിച്ച്, വസ്തുവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ലാൻഡിനെക്കുറിച്ച്, പ്രോപ്പർട്ടിയെക്കുറിച്ച്, കന്നുകാലികളെക്കുറിച്ച്. കാരണം അന്നത്തെ വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഇൻ ടേംസ് ഓഫ് കാറ്റിൽ. ഈ കന്നുകാലികളെ നോക്കിയിട്ടാണ്. ബാങ്ക് ഇല്ലാഞ്ഞതുകൊണ്ട് ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല നോക്കുന്നത്, നമ്മൾ കന്നുകാലികൾ എന്തുമാത്രം. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ യാക്കോബിനെയും ഒക്കെ കണ്ടപ്പം അവർ കന്നുകാലികൾ ഒരുപാട് കൂടി. പിന്നെ ചനയേക്കുന്ന സമയത്ത് സൂത്രം പ്രയോഗിച്ച കാര്യമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സ്വത്തെന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് കാറ്റിൽ ആണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരുത്തൻ്റെ പശു കെട്ടഴിച്ച് വിട്ടപ്പം എൻ്റെ പറമ്പിൽ വന്ന് കയറിയാൽ, എൻ്റെ പറമ്പിൽ വന്ന് കയറിയാൽ ഞാനതിനെ പിടിച്ചു കെട്ടി എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞതുപോലെ, ഞാനൊന്നുമില്ലാതെ ഇരുന്നപ്പോൾ അങ്ങേപ്പുറത്തെ കോഴി എൻ്റെ വീട്ടിൽ വന്ന് മുട്ടയിട്ടു. പ്രൈസ് ദ ലോർഡ്. അങ്ങനല്ല, അമ്മച്ചി ഉടനെ എന്ത് ചെയ്യണമായിരുന്നു? ഈ മുട്ട കൊണ്ടുപോയി അപ്പുറത്തെ അമ്മച്ചിക്ക് കൊടുത്തിട്ട് ഇത് കുറേ ദിവസം ഇവിടെ വെച്ചെങ്കിൽ അതിൻ്റെ പലിശയും കൂടെ കൊടുക്കണമെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 5-1 കൂടെ കൂട്ടി കൊടുക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ പ്രോപ്പർട്ടിയുടെ മേൽ നിനക്ക് അവകാശമില്ല, അധികാരമില്ല. സോ ലേൺ ടു ഡീൽ വിത്ത് പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 23-ാം അധ്യായത്തിൽ പറഞ്ഞത് ശബത്തും ഉത്സവങ്ങളും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പ്രോപ്പർട്ടി ഉണ്ടാക്കാനായിട്ടും വസ്തുവകകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസമെങ്കിലും ദൈവത്തെ ആരാധിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം, അറ്റ്ലീസ്റ്റ് 1 ഡേ. കാരണം ദൈവം അനുഗ്രഹിച്ച കാര്യങ്ങളിൽ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഉൽപ്പത്തി പഠിച്ചപ്പോൾ ദൈവം എന്തിനൊക്കെ അനുഗ്രഹിച്ചതെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? പക്ഷികളെ അനുഗ്രഹിച്ചു, മനുഷ്യരെ അനുഗ്രഹിച്ചു, 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. വേറൊന്നും അനുഗ്രഹിച്ചിട്ടില്ല. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 6 ദിവസം ദൈവം തന്നിട്ട് പറയുകയാണ് ഒരു ദിവസമെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ കൂടെ സമയം ചെലവഴിക്കാൻ. കാരണം ബാക്കി ദിവസമെല്ലാം സോഷ്യൽ പ്രോപ്പർട്ടി കന്നുകാലി റിലേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ എന്തിനു വേണ്ടി എടുക്കണം? ദൈവത്തോട് ബന്ധപ്പെടാനും ദൈവത്തോട് സമയം ചെലവഴിക്കാനും. അപ്പോൾ അന്ന് അടങ്ങിയിരിക്കണം, അന്ന് വേലയൊന്നും ചെയ്യരുത്, അന്ന് സ്വസ്ഥമായിട്ട് ദൈവവുമായിട്ട് സമയം ചെലവഴിക്കണം. അതിൻ്റെ പ്രാധാന്യവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും വരണം. അതുകൊണ്ട് ശാബത്തിനെക്കുറിച്ചും മറ്റു തരം ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന പെരുന്നാളുകളല്ല ഉദ്ദേശിക്കുന്നത്, ദൈവം നിയമിച്ചു കൊടുക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള പെരുന്നാളുകൾ. ഈ കാര്യങ്ങൾ ആണ് 23-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 24-ാം അധ്യായത്തിൽ വരുമ്പോൾ ആത്മീയ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മുടെ ആരാധന, ആത്മീയ ആരാധനയും ഇതുവരെ പറഞ്ഞത് മനുഷ്യൻ്റെ ബന്ധങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ ദിവസം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് ആരാധനയും നമ്മളുടെ രീതികളുമൊക്കെ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഈ പുസ്തകം എഴുതി തന്നപ്പം അധ്യാപകന്മാർ, ഞാനും ഒരു ബൈബിൾ അധ്യാപകനാണ്, ചെയ്തതുപോലെ ദൈവം മോശയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തപ്പം 1 മുതൽ 18 വരെ പുറപ്പാട്, 19 മുതൽ 24 വരെ ന്യായപ്രമാണം. അത് കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണത്തെക്കുറിച്ച് മിണ്ടിയേക്കരുത്, വരച്ചു. 25 മുതൽ 40 വരെ ഇത് ദൈവം ചെയ്തതോ ഞാൻ ചെയ്തതോ? ഇത് ദൈവം ചെയ്തതോ ഞാൻ ചെയ്തതോ? ഇത് ദൈവം ചെയ്തതോ ഞാൻ ചെയ്തതോ? ഞാൻ ചെയ്തതാ. എന്തിന്? എങ്ങനെയാലും നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇത് അങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കട്ടെ. അല്ലാതെ ഇവിടെ ഒന്നും വരയൊന്നും വരച്ച് നിങ്ങളുടെ ബൈബിളിൽ സമാഗമന കൂടാരം, ന്യായപ്രമാണം, പുറപ്പാട് എന്ന് എഴുതിയിട്ടിട്ടുണ്ടോ? അല്ല, സബ് ടൈറ്റിൽ ചെയ്ത് ബൈബിൾ എഴുതിയ ആളുകൾ അവർക്ക് തോന്നിയ സബ് ടൈറ്റിലുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പം. പക്ഷേ ഈ സബ് ടൈറ്റിൽസ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ 24-ാം അധ്യായം കഴിഞ്ഞിട്ട് നേരെ കണ്ടിന്യൂ, ഇവൻ അധ്യായങ്ങളും വാക്യങ്ങളും പോലും ഇല്ല. അധ്യായങ്ങളും വാക്യങ്ങളും തന്നെ വളരെ പിൽക്കാലത്ത് പ്രിൻറ്റിങ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ അത് ആ ഒരു വിശാലത നിങ്ങളുടെ മനസ്സിലും വേണം. കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം 1:14 എന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അതിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ VBS ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളെ കൊണ്ട് ആവർത്തിപ്പിച്ച് വരെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ അതിൽ നിന്ന് മാറുകയല്ലെന്ന് എനിക്കറിയാം. പുറപ്പാട്, ന്യായപ്രമാണം, സമാഗമന കൂടാരം, അതാണ്ടല്ലേ പുറപ്പാട് പുസ്തകം ഉള്ളൂ എന്നിപ്പോൾ നിങ്ങൾ ധരിച്ച് വെച്ചിരിക്കുക. ഞാനിപ്പോൾ ഇളക്കാൻ പോവാം.
ഇടയ്ക്ക് അതൊന്ന് പൊളിക്കണം. പൊളിച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെയും ചെയ്ത പോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പണിയണം, പിന്നൊന്ന് പൊളിക്കണം, എന്നിട്ട് അതിൻ്റെ ഫ്രീഡത്തിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ 24-ാം അധ്യായത്തിൽ ആത്മീയ ആരാധനയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആരാധിക്കാൻ ഒരു സ്ഥലം വേണം, ആരാധിക്കാൻ ഒരു രീതി വേണം, അങ്ങനെ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിഷയം പറഞ്ഞ് ഇങ്ങനെ വന്ന് തടസ്സമൊന്നുമില്ലാതെ, ഇതൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല, ഇങ്ങനെ വരച്ച് നിർത്തിയേക്കല്ല, നമ്മളിങ്ങനെ നേരെ അടുത്ത സംഭവത്തിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് എന്ത് വരുന്നത്? സമാഗമന കൂടാരം. അപ്പോൾ ആരാധന ശരിയാകണമെന്നുണ്ടെങ്കിൽ എന്തിലേക്ക് വരണം? സമാഗമന കൂടാരത്തിലേക്ക് വരണം. സോ വാട്ട് ഈസ് സമാഗമന കൂടാരം എന്ന് 25-ാം അധ്യായം തൊട്ട് പറഞ്ഞു വരുന്നു. പക്ഷേ അധ്യാപകൻ വരച്ചതുകൊണ്ട് ഇപ്പോൾ അധ്യാപകൻ അതിലേക്ക് പോകുന്നില്ല. മനസ്സിലായല്ലോ? ദൈവം അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ദൈവം സഹായിച്ചാൽ അടുത്ത പ്രാവശ്യം പോവാം. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. മടങ്ങി എങ്ങോട്ട് പോകണം? മടങ്ങി എങ്ങോട്ട് പോകേണ്ടി വരും? 19-ാം അധ്യായത്തിലേക്ക്, ന്യായപ്രമാണത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോ അധ്യായത്തിലെയും വിഷയം നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ന്യായപ്രമാണം മുഴുവൻ കൂടെ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ന്യായപ്രമാണം? എന്താണ് ന്യായപ്രമാണം? ഈ പറഞ്ഞ എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ എന്താണ് ന്യായപ്രമാണം? ഈ ന്യായപ്രമാണത്തിൽ 3 കാര്യങ്ങളെങ്കിലും നമ്മൾ കണ്ടിരിക്കണം, ഡയഗ്നോസ് ചെയ്തിരിക്കണം. ഈ ന്യായപ്രമാണം നീങ്ങിപ്പോയെന്നും ആവശ്യമില്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതും കൂടി ഓർക്കുമ്പോൾ ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ന്യായപ്രമാണത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ നമുക്കും തെറ്റുപറ്റും. അതുകൊണ്ട് ന്യായപ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദർ ഈസ് മോറൽ ലോ, ധാർമ്മിക നിയമങ്ങളുണ്ട്. ഈ ധാർമ്മികത എന്ന് പറയുന്നത് സനാതനമാണ്. ധാർമ്മികത എന്ന് പറയുന്നത് സനാതനം. സനാതനം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. സനാതനം എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ, നിത്യമാണ്. സനാതന മൂല്യങ്ങൾ എന്ന് കേട്ടിട്ടില്ല? ഇറ്റേണൽ വാല്യൂസ്. ഇപ്പോൾ നമ്മൾ പലതും പറയുമ്പോൾ അത് റിലേറ്റീവ് ആണെന്ന് പറയും. ഇപ്പം നന്മ, എൻ്റെ നന്മ വേറൊരാളുടെ തിന്മയായിരിക്കും, അതുകൊണ്ട് ഇപ്പോൾ നന്മയെന്ന് പറയാനൊക്കെയല്ല, അത് ആപേക്ഷികമാണ് എന്ന് മലയാളത്തിൽ പറയും. എന്നാൽ ആപേക്ഷികമല്ലാത്ത ചില മൂല്യങ്ങളുണ്ട്, അതിനാണ് സനാതന മൂല്യങ്ങൾ. എല്ലാ മതങ്ങളും എല്ലാ മാനവജാതിയും സമ്മതിക്കുന്നതാണ് സനാതന മൂല്യങ്ങൾ. സത്യം, സ്നേഹം, ക്ഷമ, ഇതൊക്കെ ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഏത് മതക്കാരനാണെങ്കിലും സത്യമില്ലാതെ, നീതിയില്ലാതെ, ധാർമ്മിക ബോധമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ക്ഷമിക്കാതെ, പരസ്പര വിട്ടുവീഴ്ചയില്ലാതെ കാരണം മനുഷ്യനാണെങ്കിൽ വഴക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആപ്തവാക്യം ഉണ്ടാക്കിയിരിക്കുന്നത്, ടു എയർ ഈസ് ഹ്യൂമൻ ആൻഡ് ടു ഫോർഗിവ് ഡിവൈൻ. നമ്മുടെ ജോലിയാണ് വഴക്കുണ്ടാക്കുക എന്നുള്ളത്, ദൈവത്തിൻ്റെ ജോലിയാണ്. അപ്പോൾ നമ്മളും പതുക്കെ ക്ഷമിച്ചു തുടങ്ങും. അപ്പോൾ ക്ഷമിക്കുക, സഹിക്കുക, സ്നേഹിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാ മനുഷ്യരും ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന, അതിനാണ് ഇറ്റേണൽ വാല്യൂസ്. സനാതന മൂല്യം എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ വാല്യൂസ്, ശാശ്വത നിയമങ്ങൾ, ശാശ്വതമായിട്ടുള്ള പ്രമാണങ്ങൾ. അങ്ങനെ ഒരു ഭാഗം ഈ ന്യായപ്രമാണത്തിനകത്തുണ്ട്. ദെൻ ദി സെക്കൻഡ് പാർട്ട് ഈസ് സെറിമോണിയൽ ലോ, ആചാര നിയമങ്ങൾ, സെറിമോണിയൽ ലോ. ഒന്ന് മോറൽ ലോ. ആ മോറൽ ലോയുടെ കാതലാണ് 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ധാർമ്മിക നിയമങ്ങളുടെ കാതലായ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 10 കൽപ്പനകൾ. നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത് നമ്മൾ കാണുന്നത് ആചാര നിയമങ്ങളുണ്ട്, സെറിമോണിയൽ ലോസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ശാബത്ത് എങ്ങനെയാണ് ആചരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഫീസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉത്സവം ആചരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ യഹൂദന്മാർക്കാണ് ഇത് കൊടുക്കുന്നത്, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സെറിമണീസാണ്. സെറിമണീസ് പെർട്ടൈനിങ് ടു എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഒരു പ്രത്യേക ജനവിഭാഗത്തിന്, ഒരു പ്രത്യേക ജനതയ്ക്ക് ആചരിച്ചു വരുന്ന ആചരണ നിയമങ്ങൾ. മനസ്സിലായല്ലോ? ആചരണ നിയമങ്ങൾ. ഈ ആചരണ നിയമങ്ങൾ എല്ലാ ജനതയ്ക്കും ഒരുപോലെ ബാധകം അല്ല. അതുകൊണ്ടാണ് ഈ മാറിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നാൽ സനാതന മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ ഒരു കാരണവശാലും മാറുന്നില്ല. അതങ്ങനെ തന്നെ 10 കൽപ്പനകൾ ഒരു കാരണവശാലും മാറുന്നില്ല. പക്ഷേ നമ്മൾ ഒരു സമൂഹത്തിൽ ആചരിക്കുന്ന പല കാര്യങ്ങൾക്കും വ്യത്യാസം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാകാൻ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ചയാണ്, നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുന്നത് ഞായറാഴ്ചയാണ്. നമ്മുടെ വീട്ടിൽപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ ഗൾഫിൽ പലരും പോയിട്ടുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ?
ഇത് ശരിയാണോ എന്ന്? അവർ ഞായറാഴ്ച പ്രാർത്ഥിക്കണ്ടേ? ഇല്ലെങ്കിൽ അവരെ സഭയിൽ നിന്ന് മുടക്കണ്ടേ? നിങ്ങളാരും ഉത്തരം പറയുന്നില്ല. അവരെ മുടക്കണ്ടേ? കാരണം അവരും കൃത്യമായിട്ട് ആചരിക്കുകയാണെങ്കിൽ എന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആരാധനയ്ക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ ആരും ഇപ്പോൾ വാശി പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പിള്ളേരെല്ലാം തിരിച്ചു പോരേണ്ടി വരും. ഗൾഫിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുകയാണ് അത് കുഴപ്പമില്ല, അവർ ഗൾഫിലായതുകൊണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചാലും ദൈവം. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആചാര നിയമങ്ങളുണ്ട്. അത് ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറിയെന്ന് വെച്ചുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. മനുഷ്യനെ ശബത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കിയത്. ശബത്ത് ആർക്ക് വേണ്ടി ഉണ്ടാക്കി? ഇത് യേശു കർത്താവ് തന്നെ പഠിപ്പിച്ചു. സോ ദർ ഈസ് സെറിമോണിയൽ ലോസ്. നമ്മൾ ആചരിച്ച് വരേണ്ട ആചാര നിയമങ്ങളുണ്ട്. അത് കുറേ ന്യായപ്രമാണത്തിനകത്തുണ്ട്. പിന്നെ ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വായിച്ച അധ്യായങ്ങൾ മാത്രമല്ല, ഇനി മുന്നോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവം തന്ന ന്യായപ്രമാണങ്ങളുടെ കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ 600-ലധികം നിയമങ്ങളുണ്ട്. കണക്ക് നമ്പറിട്ട് എഴുതുകയാണെങ്കിൽ മോർ ദാൻ 600 അതിങ്ങനെ നമ്പറിട്ട് എഴുതാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയാൽ അതിൽ പലതും സനാതനമല്ല, പലതും ആചാരാനുഷ്ഠാനങ്ങളാണ്. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പലപ്പോഴും എന്തുണ്ടാകും? മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിനൊരു ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ടോ, അതോ റിജിഡിറ്റി വരികയാണ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സുകൾ ഇടുക്കമായിരിക്കുന്നുവോ വികാസമായിരിക്കുന്നുവോ? പറഞ്ഞാട്ടെ. ഇടുങ്ങിയിരിക്കുന്നു? ഇല്ല, ഗൾഫിൽ പിള്ളേരുള്ളതുകൊണ്ട് ആരും ഇടുങ്ങിയിരിക്കുന്നില്ല, എല്ലാവരും വിശാലമായി പോകും. അല്ലെങ്കിൽ നിങ്ങളാരും ഒരു കടുകട വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമായിരുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പറയും ആരാധന മുടക്കാൻ പാടില്ല, ഞായറാഴ്ച തന്നെ ആരാധനയ്ക്ക് വന്നിരിക്കണം. പക്ഷേ ചില സമൂഹങ്ങളിൽ ഞായറാഴ്ച നടക്കത്തില്ല. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയുന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ആചാര നിയമങ്ങൾക്ക് എപ്പോഴും എന്ത് വേണം? ഫ്ലെക്സിബിലിറ്റി ആകാം. അതുകൊണ്ട് ദൈവം പിണങ്ങി പോവുകയില്ല. സുറിയാനിയിൽ തന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം, സുറിയാനി കുർബാനയുണ്ട്, ലാറ്റിൻ കുർബാനയുണ്ട്, എല്ലാം മറന്നുപോയി. ഇപ്പോൾ എല്ലാം മലയാളവൽക്കരിച്ചു. അപ്പോൾ ദൈവത്തിന് ഏത് ഭാഷയെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, ഏത് ദിവസം പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, ഏത് തരത്തിൽ നിങ്ങൾ മുട്ടുകുത്തി നിന്നാലും കുഴപ്പമില്ല, കൈ പൊക്കി പിടിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പൂർണ്ണ ഹൃദയവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വേണ്ടാത്തടത്താണ് കയറി എന്ത് പിടിക്കുന്നത്? വാശി, മർക്കട മുഷ്ടി പിടിക്കുന്നത്. പിടിക്കേണ്ടടത്ത് പിടിക്കുന്നില്ല. പിടിക്കേണ്ടത് ആദ്യ ഭാഗത്താണ്. ഏതാ? ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ ധാർമ്മിക നിയമങ്ങൾ എങ്ങനെയായിരിക്കും. തേർഡ് പാർട്ട് ഈസ് സിവിൽ ലോ. ഒരു മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സാമൂഹ്യ നിയമങ്ങളാണ്. സിവിൽ ലോ എന്ന് പറയും. അതായത് റൂൾസ് റിഗാർഡിങ് സൊസൈറ്റി, ഗവൺമെൻറ് എക്സെട്ര. എങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്, അതിൽ കമ്മ്യൂണിറ്റീസും ആളുകളും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, ഭരണക്രമം എങ്ങനെയായിരിക്കണം, രാജാവ് ആരായിരിക്കണം. ഇവർ രാജാവിനെ ചോദിക്കുമെന്നും രാജഭരണം വരുമെന്നും ഒക്കെ ദൈവത്തിന് അറിയാമായിരുന്നോ? യെസ്. ആവർത്തന പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ ഇന്നെടുത്ത് വായിച്ചാൽ മതി. വായിച്ചാട്ടെ, ഒരു സാമ്പിൾ നമുക്ക് നോക്കിക്കളയാം. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. 14-ാം വാക്യമാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടി പാർത്ത ശേഷം, ഞാൻ വായിക്കാം. കുടി പാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എൻ്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിൻ്റെ മേൽ ആക്കണം. നിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിൻ്റെ മേൽ രാജാവാക്കണം. നിൻ്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിൻ്റെ മേൽ ആക്കിക്കൂടാ. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്, എക്സെട്ര. അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. വെള്ളി പൊന്ന് അധികമായി സമ്പാദിക്കരുത്. കണ്ടോ, താവോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും നിങ്ങൾ വായിച്ചാൽ 18-ാം വാക്യത്തിൽ അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ച് ഉയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. അപ്പോൾ ഒരു രാജാവ് വരികയാണെങ്കിൽ എങ്ങനെ വേണം? എവറിതിങ് ഈസ് ഡീറ്റെയിൽഡ് ബൈ ഗോഡ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജനാധിപത്യമായി പോയി.
ഇപ്പോൾ രാജാധിപത്യം എവിടെ ഉള്ളത്? വളരെ കുറച്ച് രാജ്യങ്ങളിലേ ഉള്ളൂ. ആ രാജാധിപത്യം ഉള്ള രാജ്യങ്ങളിൽ തന്നെ രാജാവിനെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് വെച്ചിരിക്കുന്നു. എക്സാമ്പിൾ ഇംഗ്ലണ്ടിൽ രാജഭരണമുണ്ട്. ഇറ്റ്സ് നോട്ട് എ റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് എ റിപ്പബ്ലിക്? ഇന്ത്യ 15-ാം തീയതിയും പതാക ഉയർത്തും. ഓഗസ്റ്റ് 15-ാം തീയതി അല്ല, 15-ാം തീയതി അല്ല, ജനുവരി 26-ാം തീയതിയും പതാക ഉയർത്തും. പിള്ളേർ ചോദിക്കും ഇതെന്താ ഇങ്ങനെ 2 പതാക ഉയർത്തുന്നത്? പല അപ്പന്മാർക്കും അറിയത്തില്ല, സാറുമാർക്കും അറിയത്തില്ല. എന്താണ് വ്യത്യാസം? 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടി, 26-ാം തീയതി എന്താ വ്യത്യാസം? റിപ്പബ്ലിക് ഈസ് എ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് വെർ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ. അപ്പോൾ നമ്മളുടെ ഭരണത്തലവനെ തിരഞ്ഞെടുത്തത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളതിന് റെഡിയല്ലായിരുന്നു. നമുക്ക് ഭരണഘടന ഇല്ലായിരുന്നു, നമുക്ക് ഇലക്ഷൻ ഇല്ലായിരുന്നു. അതെല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഭരണത്തലവനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇപ്പോൾ രാജാധിപത്യം പോയി, ബ്രിട്ടീഷ് ആധിപത്യവും പോയി, ഇപ്പോൾ ജനാധിപത്യമാണ്. ഈ ഇസ്രായേലിലും ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ മാറി. സോ സിവിൽ ലോ ഇതിനും എന്ത് വരും? മാറ്റം വരും. മനസ്സിലായി? അപ്പം ന്യായപ്രമാണത്തിൽ 3 ഭാഗങ്ങളുണ്ട്: മോറൽ ലോ, സെറിമോണിയൽ ലോ, സിവിൽ ലോ. എന്തൊക്കെയാണ് ന്യായപ്രമാണത്തിലുള്ളത്? ധാർമ്മിക നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ആചാര നിയമങ്ങളുണ്ട്, ആചാര അനുഷ്ഠാന നിയമങ്ങളുണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങളുണ്ട്. ഇതിൽ സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾക്കും ആചാര പ്രമാണങ്ങൾക്കും എപ്പോഴും എന്തുണ്ടാവും? മാറ്റങ്ങളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. എന്നാൽ ധാർമ്മിക നിയമങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ ഈ ന്യായപ്രമാണം മാറിപ്പോയി എന്നൊക്കെ പറയുന്ന ആളുകൾ ന്യായപ്രമാണത്തെ മുഴുവനും ഉൾക്കൊള്ളാതെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ കരുതുന്നു. നമുക്കിനി ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ കൂടി വായിക്കാം. നമുക്ക് 10-15 മിനിറ്റ് ഉണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 19-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 19-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണം ഈസ് പെർഫെക്റ്റ്. അതിനകത്തൊന്നും മാറ്റാൻ പറ്റുകയില്ല. ദൈവത്തിനെ ഒന്നും റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളാണ് നിയമങ്ങളൊക്കെ മാറ്റിയത്. ഇപ്പം ഞാനൊരു കാര്യം കൂടി എൻ്റെ കൂടെ പറഞ്ഞോട്ടെ. സെറിമോണിയൽ ലോയും സിവിൽ ലോയും മാറ്റണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ആര് മാറ്റിയെന്നാണ് പറഞ്ഞത്? നമ്മൾ മാറ്റി. ദൈവം പിണങ്ങുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ചെയ്താൽ അനുഗ്രഹമാണ്. യെസ്, വെരി ഗുഡ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നല്ലതാണ്. എക്സാമ്പിൾ, നിങ്ങൾ ഭൂമിയെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. 7 വർഷം കഴിയുമ്പോൾ ഭൂമി തരിശിടണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നല്ലതോ ചീത്തയോ പറയൂ? നല്ലത്. 7-ാമത്തെ ദിവസം നിങ്ങൾ പണിയെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ആ ദിവസം മാറ്റണം, റെസ്റ്റ് ചെയ്യണം. നല്ലതോ ചീത്തയോ? പന്നിയുടെ ഇറച്ചി തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതോ ചീത്തയോ? ഓ, അതിനാരും ഒന്നും പറഞ്ഞില്ല. അതില്ലാതെ എന്ത് കല്യാണം അല്ലേ? ഇല്ല, ഇതൊക്കെ വർജിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെ. പക്ഷെ നമുക്ക് നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പലതുമൊക്കെ മാറ്റി നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ആക്കി കളഞ്ഞേക്കുന്നു. അപ്പോൾ ഞാൻ പണ്ടിവിടെ ഇതിനു മുമ്പ് പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നൺ ഓഫ് ദീസ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരു MD ഡോക്ടർ തന്നെ എഴുതിയത് നമുക്ക് അവൈലബിൾ ആണ്. നൺ ഓഫ് ദീസ് ഡിസീസസ്, അതായത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആഹാര ആചാര നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ഈ താഴെ പറയുന്ന അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് ബാധിക്കുകയില്ല, ഒരു മരുന്നും കഴിക്കേണ്ടി വരികയില്ല എന്ന്. നൺ ഓഫ് ദീസ് ഡിസീസസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആരെങ്കിലും കിട്ടുമെങ്കിൽ വായിക്കുക. നല്ലൊരു പുസ്തകമാണ്. അത് ഡോക്ടർമാർ തന്നെ റിസർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞേക്കുന്ന ഇപ്പോൾ ഇത് ഞാൻ പഠിപ്പിക്കുന്ന പല സ്ഥലത്തും ആൾ ചോദിച്ചിട്ടുണ്ട് നെയ്മീനെ കൂട്ടാവോ എന്ന്. ഇങ്ങനെയൊക്കെ ആയാൽ ആർക്കും മനസ്സിലാകില്ല. അവിടെ സ്തോത്രം. ആ സ്തോത്രത്തിൽ പുതിയ നിയമത്തിലാണ് പറഞ്ഞത്. ആ പഴയ നിയമത്തിൽ ചെതുമ്പലില്ലാത്തത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു വെച്ചതുകൊണ്ട് നെയ്മീൻ കഴിക്കാമോ? ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ദൈവം നിയമങ്ങളൊക്കെ വെച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു ടീച്ച് യു സർട്ടൺ തിങ്സ്. ഏതാ? സെൽഫ് കൺട്രോൾ. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തിന്നാൻ വേണ്ടിയല്ല, തിന്നുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. യു ആർ നോട്ട് ലിവിങ് ടു ഈറ്റ്, ബട്ട് യു ആർ ഈറ്റിംഗ് ടു ലിവ്. ബേസിക്കലി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. പിന്നെ നമുക്ക് കൊതിമൂത്ത കാരണം ദൈവം പുതിയ നിയമത്തിൽ പറഞ്ഞു, ഞാനൊരു പുതിയ പ്രമാണം തരാം, സ്തോത്രത്തോടെ കഴിച്ചാൽ എല്ലാം കുഴപ്പമില്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ദൈവവചനത്താലും പ്രാർത്ഥനയാലും എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഭയങ്കര റിജിഡാണ്. അത് കട്ടി ഒരക്ഷരം പോലും എങ്ങും അതുകൊണ്ടല്ല, നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ദർ ഈസ് മോറൽ ലോ,
ദർ ഈസ് സെറിമോണിയൽ ലോ ആൻഡ് ദർ ഈസ് സിവിൽ ലോ. ഓക്കെ, അതിനകത്ത് ധാർമ്മിക നിയമങ്ങളുണ്ട്, ആചാര നിയമങ്ങളുണ്ട്, സാമൂഹിക നിയമം. ഈ ധാർമ്മിക നിയമങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട, ആരും പ്രതീക്ഷിക്കേണ്ട. ഇനി മറ്റേതിനൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇവിടെയും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണം. അതുപോലെ തന്നെ കൂട്ടുകാരനെയും സ്നേഹിക്കണം, വിട്ടുവീഴ്ചയില്ല. എന്നാൽ നിൻ്റെ പ്രോപ്പർട്ടി നിനക്ക് വേറെ തരത്തിലും വിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പശുവിനെയും കാളയൊക്കെ എങ്ങനെയും കൈകാര്യം ചെയ്യാം, നോ പ്രോബ്ലം. ശനിയാഴ്ചയും പ്രാർത്ഥിക്കാം, ഞായറാഴ്ചയും പ്രാർത്ഥിക്കാം, വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ തല്ലിക്കൊല്ലാനൊന്നും വരികയില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പം ദൈവം തന്ന ന്യായപ്രമാണം 19-ാം സങ്കീർത്തനം 7-ാം വാക്യം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം പെർഫെക്റ്റാണ്. 8-ാം വാക്യം നേരുള്ളവ, അത് പെർഫെക്റ്റാണ്, തികവുള്ളതാണ്, നേരുള്ളതാണ്. 9-ാം വാക്യം യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ദൈവത്തിൻ്റെ വിധികളും കൽപ്പനകളും ഒക്കെ തികവുള്ളതാണ്, നേരുള്ളതാണ്, സത്യമായിട്ടുള്ളതാണ്, അത് ഒട്ടൊഴിയാതെ നീതിയുള്ളതാണ്. അപ്പോൾ നമുക്ക് പക്ഷേ അത് ആചരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരിയൊക്കെ മാറ്റുന്നു, ദൈവം ക്ഷമിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം പിന്നെയും പറയുന്നു, തെറ്റ് ചെയ്യുക മനുഷ്യ സഹജമാണ്, ക്ഷമിക്കുക ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. പുതിയ നിയമം റോമാലേഖനം 7-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ന്യായപ്രമാണം വിശുദ്ധം, കണ്ടോ, കൽപ്പന വിശുദ്ധം, ന്യായം നല്ലത്. 14-ാം വാക്യം ന്യായപ്രമാണം ആത്മീകം. ദൈവം ആത്മാവായ ദൈവം തന്ന ന്യായപ്രമാണം ആത്മീകം. ഇത് ന്യായപ്രമാണം വിശുദ്ധമാണ്, അത് ന്യായമാണ്, നല്ലതാണ്, ആത്മീകമാണ്. 16-ാം വാക്യം കണ്ടോ, റിപ്പീറ്റഡ്ലി ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ്. ന്യായപ്രമാണം എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മോശമാണെന്ന്? എനിവൺ, ഇത് മോശമാണോ? അല്ല, നല്ലതാണ്. നല്ലതാണ്, വിശുദ്ധമാണ്, ന്യായമാണ്, ആത്മീകമാണ്. എന്നാൽ ഇതിനേക്കാൾ നല്ലത്, ഇതൊരു മലയിൽ നിന്നാണ് കിട്ടിയത്, സീനായി മലയിൽ നിന്ന്. എന്നാൽ ഇതിനേക്കാൾ നല്ലത് വേറൊരു മലയിൽ കിട്ടും, കാൽവറി മലയിൽ. ദർ ആർ 2 മൗണ്ടൻസ്. ഇതിലേത് വേണമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ദ മൗണ്ട് ഓഫ് സീനായി ആൻഡ് ദ മൗണ്ട് ഓഫ് കാൽവറി. ദ കാൽവറി മൗണ്ട് ഈസ് എ മൗണ്ട് ഓഫ് ഗ്രേസ്. അതൊരു കൃപയുടെ പർവ്വതമാണ്. ആ പർവ്വതത്തിലേക്ക് നോക്കിയാൽ നമ്മളുടെ ഈ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന് മനസ്സിലാകും. നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. കൃപാസനത്തോട് ധൈര്യമായിട്ട് അടുത്ത് വരിക, അവന് നിങ്ങളുടെ വികാരങ്ങളെല്ലാം മനസ്സിലാകും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലുണ്ട് നമ്മുടെ വികാരം, യു ക്യാൻ ടച്ച് ഹിം വിത്ത് യുവർ ഫീലിങ്സ്. നമ്മുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവനെ സ്പർശിക്കുവാൻ സാധിക്കും. വായിക്കാം, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ഹീബ്രൂസ് 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അത് ശരിക്കും വായിച്ചാൽ, അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവൻ പാപം ഒഴിഞ്ഞിരുന്നു. ഹി ഡിഡ് നോട്ട് സിൻ. അപ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ഫീലിങ്സ് എല്ലാം അറിയാവുന്നവനാണ്. അവനാണ് കാൽവറിയിലുള്ളത്. അവിടെ ചെന്നാൽ, പക്ഷേ ഈ സീനായി മലയിൽ ചെന്നാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല, അവിടെ കൃപയില്ല. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും. യോഹന്നാൻ 1:17. ന്യായപ്രമാണം. അപ്പോൾ എന്താ ഈ ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം? ന്യായപ്രമാണത്തിന് വിട്ടുവീഴ്ചകളില്ല. ന്യായപ്രമാണം ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. എന്നാൽ കൃപ അങ്ങനല്ല. കൃപ നമുക്ക് വീഴ്ചകൾ വന്നാൽ ക്ഷമിച്ച് നന്നാക്കി തരും. ന്യായപ്രമാണം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈസ് ലൈക്ക് ഫോൺ നമ്പർ. ന്യായപ്രമാണം ഫോൺ നമ്പർ പോലെയാണെന്ന്. BSNL ഒരു നമ്പറല്ലേ തെറ്റിയുള്ളൂ, ഒന്ന് ക്ഷമിക്കൂ. അപ്പോൾ ഞാൻ കണക്ഷൻ ചേഞ്ച് ചെയ്ത്, ഐഡിയ ഒറ്റ നമ്പറല്ലേ തെറ്റിയുള്ളൂ, അവരും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എയർടെൽ ഒറ്റ നമ്പറേ തെറ്റിയുള്ളൂ, സമ്മതിക്കുമോ? ആരും ഒന്നും പറയുന്നില്ല. ഒന്നിൽ തെറ്റിയാൽ നോ മോഡറേഷൻ. മോഡറേഷൻ ഇല്ലെന്ന്. അവിടെ കടുകട്ടിയാണ്, കൃത്യമാണ്. വൈ? ബിക്കോസ് ന്യായപ്രമാണം ഈസ് എ മിറർ.
ന്യായപ്രമാണം ഒരു കണ്ണാടിയാണ്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിഹാരമല്ല പരിജ്ഞാനമത്രേ വരുന്നത്. റോമലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിഹാരമല്ല പരിജ്ഞാനമത്രേ വരുന്നത്. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, റോമൻസ് 3:20. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ദൈവസന്നിധിയിൽ ആരും നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ, ന്യായപ്രമാണം ഈസ് ദ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ലബോറട്ടറി ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഡോക്ടർ. മനസ്സിലായോ? ന്യായപ്രമാണമാണ് നിൻ്റെ രോഗം എന്താണെന്ന് നിശ്ചയിക്കുന്നത്, പരിഹാരം നിർദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവും. മനസ്സിലായോ? ന്യായപ്രമാണം ഈസ് ദ ലാബോറട്ടറി. ലാബോറട്ടറി ചെന്നിട്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അസുഖം എന്നുള്ളത് അവരാ പറയുന്നത്. ഡെങ്കിയാണോ, ചിക്കൻ ഗുനിയാണോ, ആരാ പറയുന്നത്? ഡോക്ടറാണോ പറയുന്നത്? പ്ലീസ് ടെൽ മീ, ആരാ ഇത് പറയുന്നത്? ലാബ്. ന്യായപ്രമാണോ പറയുന്നത് നീ വ്യഭിചാരിയാണ്, കൊലപാതകനാണ്, മോഷ്ടിക്കുന്നവനാണ്. എല്ലാവരും മോഷ്ടിക്കുന്നവരല്ല, എല്ലാവരും മോഹിക്കുന്നവരല്ല, എല്ലാവർക്കും പ്രഷറില്ല, എല്ലാവർക്കും ഷുഗറില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവർക്കും ക്യാൻസർ ഇല്ല. നിങ്ങൾക്ക് എന്നാ ഉള്ളതെന്ന് അറിയണമെങ്കിൽ എവിടെ ചെല്ലണം? ലാബിൽ ചെല്ലണം, ന്യായപ്രമാണത്തിനടുക്കെ ചെല്ലണമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു തരും. എന്നാൽ ഒന്ന് സഹായിക്കും, ഒരു മരുന്ന് കുറിച്ചാന്ന് പറഞ്ഞാൽ പറയും ഇറങ്ങിപ്പോക്കോളാൻ പറയും, ഇവിടെ മിഴുക്കരുത്, അതിനപ്പുറത്ത് ഡോക്ടറുണ്ട് അങ്ങോട്ട് പോക്കോളാൻ പറയും. സോ ന്യായപ്രമാണം എന്തിന്? ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം പൗലോസ് ചോദിച്ച് ഉത്തരം പറയുന്നുണ്ട്. വേദപുസ്തകം വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഗലാത്യലേഖനം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3:19. മതിയല്ലോ. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം എന്തിന്? ന്യായപ്രമാണം എന്തിന്? പലരുടെയും മനസ്സിലുള്ള ചോദ്യമായിരിക്കും. എന്നാൽ ന്യായപ്രമാണം എന്തിന്? ഇത് ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് സെറിമോണിയൽ ലോയും സോഷ്യൽ ലോയും രാഷ്ട്രീയ നിയമങ്ങളൊക്കെ ആണെങ്കിൽ വൈ ദിസ് ലോ? ന്യായപ്രമാണം എല്ലാവരും കൂടെ ചോദിച്ചേ, ന്യായപ്രമാണം എന്തിനാ ന്യായപ്രമാണം? 24-ാം വാക്യം. ഉത്തരവുണ്ട്. യെസ്. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ഡോക്ടറുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നിങ്ങളെ നയിക്കുവാൻ, ഇറ്റ്സ് എ സ്കൂൾ മാസ്റ്റർ. ശിശുപാലകൻ എന്ന മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ മാസ്റ്റർ അല്ലേ? ന്യായപ്രമാണം ഈസ് എ സ്കൂൾ മാസ്റ്റർ. സോ ദാറ്റ് മാസ്റ്റർ വിൽ പോയിന്റ് യു, ടേക്ക് യു ടു ജീസസ് ഓർ ദി ഡോക്ടർ. ഏതാണ് ശരിയായിട്ടുള്ള ഈ ലാബ് ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്കറിയാം ആരെ കാണണമെന്ന്. ലാബിൽ പോയി ടെസ്റ്റ് എടുക്കുമ്പോൾ അറിയാം സർജനെ കാണണോ, ഓങ്കോളജിസ്റ്റിനെ കാണണോ, ഫിസിഷ്യനെ കാണണോ, ENT കാണണോ എന്നുള്ളത് അവിടെ തീരുമാനിക്കും. സോ സൊല്യൂഷൻ അവിടെ ഇല്ല. എന്നാൽ ന്യായപ്രമാണം എന്തിന്? നിന്നെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നയിക്കുവാൻ ഒരു സ്കൂൾ മാസ്റ്റർ, ഒരു ഗൈഡ് ആയിട്ട് വർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണം അതിൽ തന്നെ പരിപൂർണമായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു വരേണ്ടതില്ലായിരുന്നു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് സാധിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപത്തിൻ്റെ സ്വരൂപത്തിലും അയച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് എല്ലാം കഴിയുമായിരുന്നെങ്കിൽ ക്രിസ്തു വേണ്ടായിരുന്നു. ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത് സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്ത വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. നമ്മുടെ കുറ്റം എന്താണെന്ന് മനസ്സിലാക്കി വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് ആത്മീയ ജീവൻ പ്രാപിച്ച് ആത്മാവിൽ ജീവിക്കുവാൻ ന്യായപ്രമാണം ഒരു ലബോറട്ടറിയെ പോലെ പ്രവർത്തിച്ചു. ദാറ്റ് ഈസ് ന്യായപ്രമാണം. അതുകൊണ്ട് ന്യായപ്രമാണം എന്നും വേണം, ഡോക്ടർ മാത്രം പോരാ. നിങ്ങളുടെ ഇവിടെ ഉണ്ടോ? ലാബെല്ലാം പൊളിച്ച് കളയണോ? നമ്മുടെ നാട്ടിൽ ഡോക്ടറെ കാണാനാണോ കൂടുതൽ ചിലവ്, ലാബിൽ പോകാനാണോ കൂടുതൽ ചിലവ്? വാട്ട് ഈസ് മോർ എക്സ്പെൻസീവ്? ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ലാബ് നമുക്കിപ്പോഴും വേണം.
ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവർ ബൈബിൾ ഒന്നുകൂടെ വായിക്കട്ടെ. ഇത് വേണം, ന്യായപ്രമാണം വേണം. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറഞ്ഞപ്പോഴാണ് മോഹം പാപമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് മോഹമില്ലാത്ത ഒരുത്തനെ കാണണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായത്. അപ്പോഴാണ് ഞാൻ യേശുവിനെ അന്വേഷിച്ചത്. സോ ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പരിഹാരം യേശുവിൻ്റെ അടുക്കലാണ്. അവിടെ ന്യായപ്രമാണം നമുക്ക് വേണം. ലാഭില്ലാതെ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല. ഇപ്പോഴത്തെ പനിയെല്ലാം ഭയങ്കര കുഴപ്പമാണ്. പലതരം പനികളുണ്ട്. എല്ലാ പനിക്കും പാരസെറ്റമോൾ കൊണ്ട് തീരത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? യെസ്. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്തിനാണ് ന്യായപ്രമാണം ദൈവം നൽകിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു വൈ ദ ലോ വാസ് ഗിവൺ. ഇങ്ങനെ കുഴപ്പം പിടിച്ചൊരു പ്രമാണം എന്തിനാണ് ദൈവം തന്നത്? പല കാരണങ്ങളുണ്ട്. നമ്പർ 1, ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ്. ഒരു നീതിയുടെ നിലവാരം നമുക്ക് തരാനായിട്ട്. നമുക്കൊരു തോത് വേണ്ടേ? ഞാൻ വീണ്ടും ലാബിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ശരീരത്തിൽ ഷുഗർ വേണ്ടേ? വേണ്ട? വേണം? വേണ്ട? രണ്ടുമുണ്ട്. വേണം, വേണ്ട. കൂടുതൽ വേണ്ട, കുറവും വേണ്ട എന്ന്. ഓപ്റ്റിമം വേണം അല്ലേ? അപ്പോൾ ഓപ്റ്റിമം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ വേണോ? വേണ്ട? വേണം. ലോ ആകാൻ പാടില്ല, ഹൈ ആകാൻ പാടില്ല. അപ്പോൾ എത്ര നിങ്ങൾക്ക് ദേഹത്തിന് ചൂട് വേണോ? ചൂടില്ലെങ്കിൽ ചത്തു, തണുത്തുറഞ്ഞിരിക്കും. ചൂട് കൂടിയാൽ പനിച്ചു. അപ്പോൾ ഒരു ഓപ്റ്റിമം ചൂടുണ്ട്, ഒരു ഓപ്റ്റിമം പ്രഷറുണ്ട്, ഒരു ഓപ്റ്റിമം ഷുഗറുണ്ട് അല്ലേ? എല്ലാത്തിനും ഓപ്റ്റിമം. കിഡ്നി ഫങ്ഷൻ നോക്കുമ്പം ഒരു ഓപ്റ്റിമം ഉണ്ട്, ഹാർട്ട് ഫങ്ഷൻ നോക്കുമ്പം ഒരു തോതുണ്ടെന്ന്. സോ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആത്മീയ മനുഷ്യരെന്നുള്ള നിലയിൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നോർമലായിട്ട് ചെയ്തിരിക്കണമെന്ന് അറിയണമെങ്കിൽ യു നീഡ് എ സ്റ്റാൻഡേർഡ്, യു നീഡ് എ സ്കെയിൽ. വേണ്ടേ? ഇത് അളന്നു നോക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മീറ്റർ വേണം, ഒരു സ്കെയിൽ വേണം, ഒരു മാനദണ്ഡം വേണം. ദാറ്റ് ഈസ് ദ ന്യായപ്രമാണം. ന്യായപ്രമാണം ഞാൻ 1-2 വാക്യങ്ങൾ വായിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേലെ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും. അപ്പോൾ അതാണ് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ചട്ടങ്ങളും വിധികളും. 8-9 വാക്യങ്ങൾ, അതേ അധ്യായം 8-9 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളും ചട്ടങ്ങളുമാണ് എവിടെയുള്ളത്? ന്യായപ്രമാണത്തിനകത്ത്. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവൻ നിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിൻ്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. അപ്പം ഇത് നമ്മുടെ മക്കൾക്കൊക്കെ ഒരു തോത് കൊടുക്കണമെന്ന്. ജീവിക്കാൻ ആരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, എന്താകാൻ പാടില്ല എന്നൊക്കെ തലമുറകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഒരു സ്കെയിൽ വേണമെന്ന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഷുഗറും പ്രഷറും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആത്മാവിൻ്റെ ഷുഗറും പ്രഷറും എത്ര പേർക്ക് അറിയാവുന്ന? ആർക്കും മനസ്സിലായില്ല. ഈ ആത്മാവിനുകൊണ്ട് ഇതുപോലെ ചില രോഗങ്ങളൊക്കെ. ആ രോഗങ്ങളെ നിർണ്ണയിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണം നമ്മുടെ കയ്യിൽ വേണം. 32 മുതലുള്ള വാക്യങ്ങൾ, സെയിം ചാപ്റ്റർ 32 മുതലുള്ള വാക്യങ്ങൾ. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മഹാകാര്യം നടന്നിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കുക. ഏതൊരു ജാതിയിലെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ദൈവം ചെയ്തത് എന്തിനാണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ 34-ാം വാക്യത്തിൻ്റെ നടുഭാഗത്ത് എന്നിവയാൽ, അതായത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉദ്യമിച്ച് ദൈവം എടുത്തിട്ടുണ്ടെങ്കിൽ അവന് ചില പ്രമാണങ്ങളുമുണ്ട്. അതനുസരിച്ച് വേണം നീ ജീവിക്കുവാൻ. അതിനെ കുറേ കൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ വായിപ്പിക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. ലേവ്യ പുസ്തകം
18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. എന്താണ് ന്യായപ്രമാണം വഴി ദൈവം ഉദ്ദേശിക്കുന്നത്? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ശ്രദ്ധിക്കുക, ഞാൻ വായിക്കുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ അപ്പം നടന്നിരുന്ന നടപ്പ് പോലെ നടക്കാതിരിക്കാനും, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. നിങ്ങൾ വിട്ടുപോകുന്ന ദേശത്തിലെ പോലെയും അല്ല, ചെന്ന് ചേരുന്ന സ്ഥലത്തെ പോലെയും അല്ല, രണ്ടുമല്ല. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന സ്ഥലത്ത് ജനിച്ച സാഹചര്യങ്ങളിലും നമ്മൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളിലുമൊക്കെ പലതും കേൾക്കും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ തോത്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് നമുക്ക് തരാൻ വേണ്ടിയാണ് ന്യായപ്രമാണം. നമ്പർ 2, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അബ്രഹാമിൻ്റെ വാഗ്ദത്തം കൂടാതെ കൂട്ടിച്ചേർത്ത കവനൻ്റാണ്. അബ്രഹാമിനൊരു ഉടമ്പടി കൊടുത്തായിരുന്നു, അത് കൂടാതെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അബ്രഹാമിൻ്റെ ഉടമ്പടിയിൽ നിൽക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം. ഗലാത്യ ലേഖനം നിങ്ങൾ വായിച്ചാൽ മതി, ആ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് ഇത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ഒരു ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ വാസ്തവത്തിൽ ന്യായപ്രമാണം എന്താ ചെയ്തത്? എക്സ്പോസിങ് ആൻഡ് ഐഡൻറ്റിഫയിങ് സിൻ. ന്യായപ്രമാണം എന്താ ചെയ്യുന്നത്? എക്സ്പോസിങ് സിൻ ആൻഡ് ഐഡൻറ്റിഫയിങ് സിൻ. പാപത്തെ വെളിപ്പെടുത്തുന്നു. ഏത് പാപമാണ്, ഏത് കുഴപ്പമാണ് എന്നിലിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി തരുന്നു. അതിനുവേണ്ടിയാണ് ന്യായപ്രമാണം. ടു എക്സ്പോസ് ആൻഡ് ഐഡൻറ്റിഫൈ സിൻ. അതെന്തിനാണ്? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനായിട്ട്. എന്നിട്ട് വേണം ദൈവത്തിൻ്റെ അടുത്തേക്ക് വിശ്വാസനീതിക്കായി നാം ചെല്ലേണ്ടത്. അപ്പോൾ ഇതിനാണ് ദൈവം ന്യായപ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പം ന്യായപ്രമാണം എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ന്യായപ്രമാണം ദൈവം നമുക്ക് അനുസരിച്ച് നടക്കുവാൻ തന്ന പ്രമാണം. മോറൽ ലോയുണ്ട്, സെരിമോണിയൽ ലോയുണ്ട്, സിവിൽ ലോയുണ്ട്. ഇതിൽ മോറൽ ലോയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് അലംഘനീയമാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ബന്ധവും, മനുഷ്യരോടുള്ള നമ്മുടെ സ്നേഹവും ബന്ധവും. ന്യായപ്രമാണം ഒരു ശിശുപാലകനാണ്, ഒരു ലാബാണ്. നാം അതുവരെ ചെന്നിട്ടാണ് നമ്മുടെ പാപം എന്താണ്, കുഴപ്പം എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നത്. സഹായം തേടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലാണ്. അപ്പോൾ നമുക്ക് ന്യായപ്രമാണ പഠനം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും മനസ്സിലായി കാണും അത്യാവശ്യം കാര്യങ്ങൾ എന്ന് ഞാൻ കരുതുന്നു. ഒരു ചോദ്യം മാത്രം, ന്യായപ്രമാണം നല്ലതാണോ? വിശുദ്ധമാണോ? ആത്മീയമാണോ? ആവശ്യമുള്ളതാണോ? നീക്കിക്കളയണോ? സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തിരുസന്നിലേക്ക് അടുത്തു വരുന്നു. ഇത്ര ഒരു ശ്രേഷ്ഠ ജാതിയുടെ ഭാഗമായി തീരുവാൻ നീ ഞങ്ങളെ വിളിച്ചല്ലോ. ആത്മീയ ഇസ്രായേലായിട്ട് കർത്താവേ, വീണ്ടെടുക്കപ്പെട്ട ഒരു ജനമായി. ഭർമ്മോ ഞങ്ങളുടെ മേൽ ഇനി യാതൊരു ആധിപത്യവുമില്ല. സാത്താനെയും സൈന്യത്തെയും നീ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. കർത്താവേ, നീ പർവ്വതത്തിൽ ഇറങ്ങി ഞങ്ങളോട് നേരിട്ട് സംസാരിച്ചു. നിൻ്റെ വിധികളും ചട്ടങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവെ, അതനുസരിച്ച് നടക്കുവാൻ ഞങ്ങളുടെ ആത്മാവിൽ വലിയ കൃപയ ദിവസങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവ്, ഞങ്ങൾ പലതിലും വീഴ്ചയുള്ളവരും കുറവുള്ളവരുമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് ദീനം പിടിക്കുന്നു. ലാഭമുള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ രോഗങ്ങളെ നിർണ്ണയിച്ച് പരിഹാരം നിർണ്ണയിക്കുവാൻ കഴിയുന്ന യേശുവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. കർത്താവ്, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ നീതീകരിക്കണമേ. കർത്താവ്, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, നിൻ്റെ വിശുദ്ധമായ പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവെ, നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ. ഞങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിപ്പാനും അവരെ സേവിപ്പാനും ശുശ്രൂഷിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃപയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. തന്ന വചനങ്ങൾക്കായി, കൂട്ടായ്മയ്ക്കായി, എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.